മരണം മനുഷ്യനു മാത്രമാണോ മരണം സംഭവിക്കുന്നത്? ജീവികൾക്കും മരങ്ങൾക്കും മണ്ണിനും, എന്തിനേറെ പറയുന്നു ഭൂമിക്കും മരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വെട്ടിയില്ലാതാക്കുന്നത് ഒരു മരത്തിനെയാണെങ്കിലും മരത്തിൽ ജീവിക്കുന്ന ഒരുപാടിനം ജീവജാലങ്ങളെയുമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇല്ലാതാക്കുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അതൊരു കൊലയാണ്. മരത്തിനു വേണ്ടിയുള്ള കൊല, മനുഷ്യൻ ചെയ്യുന്ന കൊല. ഒരുപാട് ജീവികളെ പ്ലാസ്റ്റിക് മൂലം മനുഷ്യൻ തന്നെ കൊല്ലുന്നു. കടലിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക്കുകൾ, മണ്ണിൽ അവശേഷിക്കപ്പെട്ട പ്ലാസ്റ്റിക്കുകൾ, ഏറെക്കാലം നീണ്ടു നിൽക്കുന്നതും ദ്രവിക്കപ്പെടാതിരിക്കുന്നതുമായ ഒരു ഉൽപ്പന്നമാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇത് ഭക്ഷിക്കുന്ന ഓരോ ജീവിയും മരിക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്ന് കരുതി അതവിടെ നടക്കുന്നില്ല എന്നാണോ? ജലാശയങ്ങളുടെ അടിത്തട്ടിൽ പോലും കാണപ്പെടുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ഒരു കുപ്പി വെള്ളം എന്ന രീതിയിൽ നമ്മൾ വാങ്ങുന്ന ഈ ബോട്ടിലുകൾ എത്രയോ ജീവികളെ കൊല്ലുന്നതിന് കാരണമാവുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? പുകയിലൂടെ പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ വായുവിനെയും മലിനമാക്കുന്നു. ആ വായു ശ്വസിക്കുന്നവർക്കും ഏറെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നു. മണ്ണിനെ, മരങ്ങളെ, ഭൂസ്വത്തുക്കളെ ഇടിച്ചു നിരപ്പാക്കുന്നതിലൂടെ മനുഷ്യന് ലാഭമുണ്ടാകുന്നു. എന്നാൽ നമ്മുടെ പ്രകൃതിക്കോ ലാഭമുണ്ടാകുന്നില്ല. പകരം ആ പ്രകൃതിയെയും ഇഞ്ചിഞ്ചായി കൊല്ലുന്നു. അങ്ങനെ അതിനും മരണം സംഭവിക്കുന്നു. ഇതൊന്നുമില്ലാതിരുന്ന ശാന്തമായും ശുദ്ധമായും സമാധാനമായും നിലകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മനുഷ്യന്. ശുദ്ധമായ ജലാശയങ്ങൾ, ജലസ്രോതസ്സുകൾ, ഏതു ജലമുറവയെയും നമുക്ക് കുടിക്കുവാനും കുളിക്കുവാനും കൂട്ടിവയ്ക്കുവാനും കഴിഞ്ഞിരുന്നു. പച്ചപ്പും കോടമഞ്ഞും തണുപ്പും മാത്രം നിലനിന്നിരുന്ന ഒരു കാലം. പൂവിനെ തേടി അനേകായിരം പൂമ്പാറ്റകൾ വന്നിരുന്ന ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുവാൻ നമ്മൾ തന്നെ മുൻകൈയെടുത്താലേ സാധിക്കുകയുള്ളൂ. ഭംഗിയാർന്ന പൂമ്പാറ്റകളെ നമുക്ക് കാണുവാനായി ഇനി ദുർലഭമായ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ചു കാലം മാത്രം ജീവിക്കുന്ന പൂമ്പാറ്റകൾ പോലും അവയുടെ ആവശ്യങ്ങൾക്കായി മാത്രമേ പ്രകൃതിയെ സമീപിക്കുവാറുള്ളൂ. ശുദ്ധമായ ജലാശയങ്ങൾ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു, കുളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാലം ഇനി വളരെ വിരളമല്ല. കണ്ടൽക്കാടുകളും പാടങ്ങളും പൂക്കളും നിറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം. മനുഷ്യരെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്ന ആ കാലത്തിലേക്ക് മടങ്ങിപ്പോവുക അസാധ്യമല്ലെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. തിരിച്ചറിവുകൾ മനുഷ്യനെ മാറോടും മണ്ണിനോടും ചേർക്കുന്നതാണ്. ശുദ്ധീകരിച്ച കടലും ശുദ്ധീകരിക്കപ്പെടാത്ത കടലും തമ്മിലുള്ള വ്യത്യാസം പോലെയാകും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം. ഇവ തമ്മിലുള്ള അന്തരം വളരെ നേരിയത് മാത്രം. ജൂൺ 5 പരിസ്ഥിതി ദിനവേളയിൽ മാത്രം ചെറിയൊരു തൈ കുഴിച്ചിട്ടാൽ മാത്രം പോരാ, അതിനെ പരിപാലിക്കണം. പരിപാലിച്ചില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ തന്നെ പട്ടിണിക്കിട്ട് കൊന്നതുപോലെയാകും. നമ്മളും മരണപ്പെട്ടതുപോലെയാകും. നമ്മളും ഇല്ലാതാകും, പ്രകൃതിയും ഇല്ലാതാകും. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം, വെറുമൊരു ഓർമ്മപ്പെടുത്തൽ. Action.